ഗൈസ്, നമ്മളിത് കാണുന്നതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മിലിറ്ററി സ്റ്റേഷൻ ആയിട്ടുള്ള ജയ്സാൽമീർ മിലിറ്ററി സ്റ്റേഷൻ. ഞാൻ ജസ്റ്റ് ഇപ്പോൾ പാസിംഗ് പാടൊന്ന് കയറി. ഞങ്ങൾക്ക് പോകാനുള്ള സ്ഥലം ജയ്സാൽമീറാണ്. സ്റ്റേ എടുക്കാനുള്ള സംസൂന്റെ സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോകണം. അവിടെയാണ് നമ്മൾ നാളെ ഇന്ന് വൈകുന്നേരം നാളെ രാവിലെ നമ്മൾ പോവാം. ദാമലിൻ്റെ മേത്തിൽ നിങ്ങൾക്ക് ഒരു പീരങ്കി കാണാം. ഞങ്ങൾ മിലിറ്ററി സ്റ്റേഷനിലുള്ളിൽ കയറി അവിടെ ജസ്റ്റ് കയറി. അവിടെ വീഡിയോ എടുക്കാനൊന്നും പറ്റൂല, ഞാനാ പറഞ്ഞത്. ഞങ്ങൾ ഒരു മലയാളി പട്ടാൾക്കാരനെ കണ്ട്, യദുകൃഷ്ണ എന്ന് പറഞ്ഞ ഒരാളെ ഒരു ലീവ് കഴിഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഒരു ഐസ്ക്രീമൊക്കെ അവിടെ നിന്ന് കിട്ടി. നല്ല രസമല്ല സംസൂന് അതേ ഞാൻ നെഞ്ചിൽ ഇറക്കുവാണ്. അങ്ങനെ അവിടെ ഇറങ്ങി. അവിടെ 5 മണി മുതൽ 7 വരെ മ്യൂസിയത്തിൽ നമുക്ക് ഫുള്ള് കാണാൻ പറ്റും. അവിടെ പോകണം, അവിടെ ചെല്ലാൻ പറയണേ. പിന്നെ അകത്ത് എന്തോ ലേസർ ഷോ ഉണ്ട്. നമ്മൾ റൂമിൽ പോയിട്ട് തിരിച്ചു വരണം. നമുക്ക് ഏതായാലും 10 കിലോമീറ്റർ ഉള്ളൂ. ഞാൻ പോയി തിരിച്ചു വരട്ടെ. പിന്നെ നമുക്ക് സാമിലൊന്ന് പോകണം. അപ്പോൾ ഇന്ന് ഇവിടെ പോകണേ സാമപ്പോലെ ഇന്ന് നടക്കില്ല, നാളെ പോകണം. എന്തായാലും പോയി നോക്കാം ഇന്ത്യയിലെ ഏറ്റവും വലിയ മിലിറ്ററി സ്റ്റേഷനിൽ എന്താ ഉള്ളതെന്നുള്ളത്. ഗൈസ്, താർ ഡെസേർട്ടിൽ സാമ് പറഞ്ഞ സ്ഥലത്ത് പോവാണ് നമ്മൾ. അവിടെ വണ്ടി ഇറക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കണം. പച്ചയായ മരുഭൂമി കാണാൻ. ഇത് ഏകദേശം ഇതൊക്കെ താർ മരുഭൂമിൻ്റെ ഭാഗം തന്നെയാണ് ജോധ്പൂരും ജയ്സാൽമീറൊക്കെ. നമ്മൾ ഏകദേശം ഒരു 5.5 മണിക്കൂറോളം യാത്ര ചെയ്ത് ഏകദേശം 300 കിലോമീറ്ററോളം യാത്ര ചെയ്ത് ഇവിടെ എത്തി. നമ്മൾ അതിൻ്റെ ഇടയിൽ മിലിറ്ററി ക്യാമ്പിലൊക്കെ കയറി. ജയ്സാൽമീർ റൂമിൽ കയറി ലഗേജൊക്കെ അവിടെ വെച്ച് ഇറങ്ങിയതാണ്. ഏകദേശം 5:30 ആയിട്ടുണ്ട്. നമ്മളേതായാലും ഡെസേർട്ടിലും പോയോ കേട്ടെ. നമ്മള് ഫോട്ടോയിലൊക്കെ കാണുന്ന മരുഭൂമി പോലുള്ള സ്ഥലങ്ങളെത്തി. ഇപ്പോഴാണ് ശരിക്കും നമ്മള് മരുഭൂമി കാണുന്നത്. ഇവിടെ ഒട്ടക, ഇഷ്ടം പോലെ ഒട്ടകങ്ങൾ. അവിടെ വെച്ചോ ഇറങ്ങട്ടെ. അവിടെ വെച്ചല്ല നല്ല ഇറക്കി നോക്കട്ടെ വണ്ടി. വലിയ സീനൊന്നുമില്ല. ഏകദേശം ഇവിടെ എത്തി. ഇറങ്ങട്ടെ. ഒട്ടകങ്ങളൊക്കെ റെസ്റ്റ് എടുക്കാണ്. ഇതാണ് മരുഭൂമി. നമ്മളെ അലിബായ് ഇവിടെ ഉണ്ട്. അലിബായ് അതാ. ഗൈസ്, ഡെസേർട്ട് കുപ്പിൻ്റെ ഡെസേർട്ട് തുടങ്ങുകയാണ്. നമ്മളിതാ മണലിൽ കൂടിയാണ് പോണത്. കട്ടി മണൽ കുറച്ച് കഴിഞ്ഞാൽ എത്തും. അതെ, ഇതിൻ്റെ കുറേ പ്രൊസീജിയർ ഉണ്ട്. നമ്മളെ വണ്ടി ഇറക്കണതിനുള്ള നമുക്ക് ഇറക്കാം. അവരോട് തല്ലിട്ടോ എന്നുള്ള അറിയില്ല. അപ്പോൾ ഇതിൻ്റെ പ്രൊസീജിയർ, അതെ, നമ്മളിവിടെ കുടുങ്ങി കഴിഞ്ഞു. അതെ,
നമ്മൾ ഇവിടെയുള്ള ലോക്കൽസുമായിട്ട് ടൈപ്പ് ആയിട്ട് നമ്മളതിൻ്റെ കാര്യങ്ങളൊക്കെ വീഡിയോയുടെ ലാസ്റ്റ് പറയും. ആരെ കോൺടാക്ട് ചെയ്യണം നമ്പറൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് നമ്മളെ വണ്ടി ഉണ്ടെങ്കിൽ ഓല നമ്മളെ കൂടെ വരികയും ചെയ്യുവാണെങ്കിൽ ഇനി ഓല വണ്ടി എടുത്തിട്ട് ഓല നമ്മളെ കൂടെ വരും. നമ്മളെ കൂടെ പോവാണ്. സൂര്യൻ അസ്തമിക്കാനായിരിക്കുന്ന സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് നമുക്ക് എന്തായാലും ഇൻഷാല്ലാ താർ ഡെസേർട്ടിൻ്റെ സെൻറ്ററിൽ തന്നെ എത്തണം. നമ്മളേതായാലും പോവാണ്. ഇവിടെയുള്ളവരൊക്കെ മുണ്ടിടുന്നുണ്ട് അല്ലേ? എന്തെങ്കിലും വെയിൽ നേരിട്ട് കൊള്ളാണ്ടക്കാനാണോ നമ്മളെ എയർ വർക്കിൻ്റെ? നമ്മൾ എയർ വർക്കാണ് സുഹൃത്തുക്കളെ. എയർ മെഷീനില്ലേ? നമ്മൾ എയർ വർക്കാണ്. നമ്മൾ 32 പവർ. ഇപ്പോൾ 32 20 ബസ്. 20. ഏതായാലും നമ്മൾ 20ലേക്ക് വർക്കാണ് പ്രഷർ. നമ്മളെ പേര് അബൂബായ് ഉണ്ട്. നമ്മൾ നേരെ അത് അങ്ങോട്ടാണ് പോണേ, മരുഭൂമിക്ക്. നമ്മളുടെ എല്ലാ ടയറിലും അബൂബായ് 20 ആക്കാണ് പ്രഷർ. നല്ല കാറ്റിലെ സൂര്യനത് കത്തണം. നമുക്ക് നോക്കാനില്ല. നമ്മളെ കൂടെ വേറെ 2 ആൾക്കാരുണ്ട് പോലെ ജീപ്പിൽ. ഇപ്പം എത്ര ആള്? എത്രയായി അറിയാൻ കഴിയോ? വെയിറ്റ് കറക്റ്റ് ഓന് ഓട്ടോ കാണിച്ച ഓന് ചാവി ഉണ്ടാക്കി. അവൻ പറഞ്ഞ കറക്റ്റ് 20. കറക്റ്റ് 20 കേട്ടോ. 20. അതെ. ഇനി ഏക്കോർ ഒരു ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഓൽക്കിത് കാണാപ്പാടാണ്. നമ്മളോട് ഓൻ്റെ അതേ സ്പീഡിൽ പോകാനാ പറഞ്ഞത്. കുറച്ചറിയാം. കാറിൽ കയറിയല്ലേ? വീഡിയോ നല്ല ഷേക്ക് ഉണ്ടാവും. തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാം. ചിരിച്ചു നിൽക്കും. ഇത്രയും കട്ടലിൽ കൂടെ പോയിട്ട് അറിയില്ല കേട്ടോ. എയർ കുറച്ചിട്ട് മണലല്ലേ? സോറി, മണലിൽ കൊണ്ട് നാം നിൽക്കുക. ഓരോ കൂടെ കിട്ടും. ഞങ്ങൾ ഗൈസ് മണലിൽ കൂടാണ് ഇപ്പോൾ പോകുന്നത്. ഓൻ്റെ കൂടെ തന്നെ കേട്ടോ. ഫസ്റ്റിലാളേ മണലല്ലേ? സോറി, മണലിൽ കൊണ്ട് നാം നിൽക്കുക. ഓരോ കൂടെ കിട്ടും. ഞങ്ങൾ ഗൈസ് മണലിൽ കൂടാണ് ഇപ്പോൾ പോകുന്നത്. ഓൻ്റെ കൂടെ തന്നെ കേട്ടോ.
ഈ ഫസ്റ്റിലാള് ഗൈസ്, ഞങ്ങൾ കയറി പോവാണ്. മണലിൽ കൂടെയുള്ള ഡ്രൈവ്. സ്ലിപ്പാണ്ടല്ലേ? ഹൈവേ കൂടി ഇന്ത്യ കൂടി പോയിട്ടില്ല. ഉറപ്പുള്ള മണല. തുള്ളണ നോക്കണ്ട, തുള്ളു വണ്ടി. തൊട്ട പിടിച്ചിരുന്നില്ല, തെറച്ചൂലേ? ഡ്രൈവർമാരെ കുറിച്ച് ഭ്രാന്തന്മാരോ. നമ്മളിപ്പോൾ ഉള്ളത് ദുബായിണ്ട്. ഇപ്പോൾ മുഗൾ ഡെസേർട്ട് കഴിഞ്ഞപ്പോൾ താർ ഡെസേർട്ടിൻ്റെ ഒരു ഏരിയയിൽ, താർ ഡെസേർട്ട് പറഞ്ഞ സ്ഥലത്താണുള്ളത്. ചന്ദ്രൻ, ചന്ദ്രൻ നേരെ പിടിച്ച സൂര്യൻ. ചന്ദ്രനും നേരെ നോക്കി ഒരു ഫോട്ടോ എടുത്തോടെ. ഇപ്പോൾ നമ്മളെ താറിനെടുക്കുന്ന ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട്. ഫുള്ളതാ അല്ല അടിപൊളി മരുഭൂമി. അടിപൊളിയാട്ടോ. അവർക്ക് ചെയ്യിപ്പിക്കണല്ലോ ഹംസുനെ. എന്ത് ഓന് ചെയ്യിക്കണല്ലോ, ചെയ്യിക്കണോ നല്ല താല്പര്യമുണ്ട്. കോല കുത്തി എന്തിനേക്കല്ലോ അതിൽ പോകാനാണോ? കമ്പിയൊക്കെ ഉണ്ട്, കമ്പി വരെയുണ്ട്. ഓ, കമ്പി കൂടി കയറി പഞ്ചറാവില്ല. കുപ്പിണ്ട്. യോ ബദിരീങ്ങളേ, മരക്കുറ്റിയാണ്. അത് സ്പീഡ് പോണേ. കുപ്പിച്ചെല്ലാം കേറൂല, കുപ്പിച്ചെല്ലാം താന്നു പോയി കഴിഞ്ഞാ. കഴിഞ്ഞോ? എക്സിറ്റ് ആയോ? കുറച്ച് മാറ്റണം. ലാസ്റ്റ് പോയിന്റ് ഗോൾഡൻ ഡെസേർട്ട്. ഇതാണ് ഗോൾഡൻ ഡെസേർട്ട്. ഓല് പറയുന്നു, നമ്മൾ വിശ്വസിക്കുന്നു, പോരുന്നു. ഇത്ര നമ്മൾ ഇവിടെ ചെയ്യാനുള്ളൂ.
ഗൈസ് ഡെസേർട്ടിലെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ പോവാണ്. ഞാൻ അബൂബായിൻ്റെ ബാക്കിൽ കയറി. നമ്മൾ 2 ഫ്രണ്ട്സിനെയൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ട്. വിക്രം, സുനിൽ നമ്മൾ പരിചയപ്പെട്ട് 2 ജയ്പൂരുള്ള ആൾക്കാരാണ്. ഒരാൾ സ്കൂളിലെ അധ്യാപകനൊക്കെയാണ്. നമ്മളേതായാലും നേരെ ഇനി ക്യാമ്പിലേക്ക് പോവാണ്. ക്യാമ്പിൽ പോയിട്ട് ക്യാമ്പൽ സഫാരിയും അവരെ കൾച്ചറൽ പ്രോഗ്രാമൊക്കെ ഉണ്ട്. നമ്മൾ അങ്ങനെ ഒട്ടകപ്പുറത്ത് കയറി. നമ്മൾ ഒട്ടകപ്പുറത്ത് പോവാണ്. എൻ്റെ കാല് വെക്കാൻ സാണ്ടറോ ഇതാ അവിടെ ഉണ്ട്. ഞങ്ങളിതാ അഫ്ഷാനതാണ്. അത് കാല് വെക്കാനുള്ള കാരണം നമ്മൾ പറയാൻ എൻജോയ് ചെയ്യാനാണ്. അഫ്ഷാൻ ഈ സിമ്പിളായിട്ട് ഇരുന്നോ? കാല് ഇടണ്ട, കാല് വേദന ഉണ്ട്, മുട്ട് മടുക്കാൻ. ഞങ്ങളങ്ങനെ പോവാ. ഒട്ടകത്തിനെ കണ്ടൊരു പാവം തോന്നുകയും ചെയ്യുന്നേ. ആ അഫ്ഷാനെ കാലിടണ്ട. സംസുവിന്റെ കാറിന്റെ കയ്യിലാണുള്ളത്. സംസുവിനെ ഏത് സമയം എനിക്ക് വിടാം. ഇതാണ് സംസുവിന്റെ കാർ. ഫോട്ടോ നമ്മള് ഇവിടുത്തെ പരിപാടിൻ്റെ അടുത്ത് ഇറങ്ങി നമ്മൾ നേരെ റൂമിൽ പോവാണ്. 1 മണിക്കൂറോളം പോകാണ്ട്. നല്ല ടയേർഡാണ്. ഇന്ന് റൂമിൽ പോകണം, ഫ്രഷ് ആവണം, നല്ലോണം ഉറങ്ങണം, രാവിലെ എണീച്ച് പഞ്ചാബിക്ക് പോകാനുള്ളതാണ്. അപ്പോൾ ഗുഡ് നൈറ്റ്.